ഇനി നമ്മുടെ അടുത്ത ടാസ്കിലേക്ക് പോവാം. എ സെന്റൻസ് അല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ സെന്റൻസുകൾ വിൽ ബി വിത്ത് നൗണാണ് പറഞ്ഞത്. അതിൻ്റെ 5 സെന്റൻസുകൾ എക്സാമ്പിളുകളൊക്കെ നമ്മൾ പറഞ്ഞു. 5 സെന്റൻസുകൾ എല്ലാവരും അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ 5 സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 5 സെന്റൻസ് മാത്രം ക്രിയേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഒരുപാട് സെന്റൻസുകൾ ആ ഒരു ലെവലിൽ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഹി വിൽ ബി റൈറ്റിംഗ് എ സ്റ്റോറി. ഹി വിൽ ബി എന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിൽ ബിന്റെ കൂടെ ഒരു നൗണാണ് ചേർത്തത്. ഇന്ന് ഹി വിൽ ബി റൈറ്റിംഗ് എ സ്റ്റോറി. അയാൾ കഥ എഴുതുകയായിരിക്കും, ഒരു കാര്യം ചെയ്യുകയായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ വിൽ ബി doing something, will be writing, will be eating, will be driving, will be sleeping, he will be sleeping, don't call him, അയാൾ ഉറങ്ങുകയായിരിക്കും, വിളിക്കരുത് എന്ന് പറയുന്നത് പോലെ പറയാനുള്ള സെന്റൻസുകളാണ്. നമുക്ക് നോക്കാം എന്താണ്. പോയിന്റ് ടു ലേൺ വിൽ ബി പ്ലസ് ing ഫോം ഓഫ് ദ വേർബ് ആണ്. വിൽ ബിന്റെ കൂടെ ing ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോവാം. ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് ഐ വിൽ ബി സൺ ബേത്തിങ് ഇൻ ബാലി. ഞാൻ അടുത്ത വീക്ക് ഇതേ സമയം ഞാൻ ബാലിയിലെ സൺബേത്തിങ്ങിലായിരിക്കും എന്ന് പറയാം. ഓക്കെ, ഹി വിൽ ബി കമ്മിങ് ടു ദ മീറ്റിംഗ് ഐ എക്സ്പെക്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നു അയാൾ മീറ്റിംഗിന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയാൻ വേണ്ടി. അതേപോലെ തന്നെ അടുത്ത സെന്റൻസിലേക്ക് നോക്കാം. ഐ വിൽ ബി ഈറ്റിംഗ് ഡിന്നർ വിത്ത് ജെയിൻ ദിസ് ഈവനിങ്. ഇന്ന് വൈകിട്ട് ഞാൻ ജെയിന്റെ കൂടെ ഈ ഡിന്നർ കഴിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് യു വിൽ ബി എൻജോയിങ് യുവർ വെക്കേഷൻ. അടുത്ത ആഴ്ച നിങ്ങളുടെ വെക്കേഷൻ എൻജോയ് ചെയ്യുകയായിരിക്കും എന്ന് പറയുന്നത് പോലെ. ഓക്കെ, എല്ലാവരും ഒന്ന് നോക്കുക. വിൽ ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ 5 സെന്റൻസുകൾ എക്സാമ്പിൾ തന്ന് ഇതേപോലെ ഒരു 5 സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരിക. നിർബന്ധമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ കൂടെ മീനിങ്ങും ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ നന്നായി ചെയ്യാം എല്ലാ ദിവസവും. ഇപ്പോൾ നമ്മൾ 8 ദിവസമായിട്ട് സെന്റൻസുകൾ നമ്മളിങ്ങനെ ഡെയിലി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളൊന്ന് നോക്കുക. അതേപോലെ തന്നെ ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാന്ന് പറഞ്ഞ സെന്റൻസ് ഒന്ന് കറക്റ്റ് ആണോ നോക്കുക. അങ്ങനെ സെന്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പഠിച്ച് അതൊരു ഭാഗത്ത് എങ്ങനെ നടക്കട്ടെ. നമ്മൾ 1 മിനിറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ പിക്ചർ സ്പീക്സ് 1000 വേർഡ്സിലാണെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സെന്റൻസ് ഒരു ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.